സത്യത്തിൽ ഇവർ ഇപ്പോൾ ഈ പ്രകാശത്തിൽ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചത്, അതാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിനെതിരാണ്, പ്രവാചകൻ്റെ അധ്യാപനത്തിനെതിരാണ്. മാത്രമല്ല വളരെ വ്യക്തമായ ആ വിഷയം ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്. നിങ്ങളെല്ലാവരും ആദം സന്തതികളാണ്. ആദമാവട്ടെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ്. അപ്പോൾ മനുഷ്യൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് മണ്ണിൽ നിന്നാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, അള്ളാഹുവിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖബല മിൻ ജമീഇൽ അർളി ഖബല. ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള മണ്ണ് അള്ളാഹു എടുക്കുകയും അതിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്തു. ആ മണ്ണിൽ എന്തുണ്ട്? അഹ്മറുണ്ട്, ചുവന്ന മണ്ണുണ്ട്, അസ്വദുണ്ട്, കറുത്ത മണ്ണുണ്ട്, അബിയൽ വെളുത്ത മണ്ണുണ്ട്, വമ ബൈന ദാലിക അതല്ലാത്ത നിറവൈജാത്യമുള്ള മണ്ണുണ്ട്. അതിൽ തന്നെ സഹനുണ്ട്, വളരെ സഹിലുണ്ട്, അതായത് പരുക്കൻ മണ്ണുണ്ട്, സോഫ്റ്റ് മണ്ണുണ്ട്. അതിൽ തന്നെ ഗുണമൊത്തതുണ്ട്, ഒരു ഗുണമില്ലാത്തതുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ആ സൃഷ്ടിപ്പിൻ്റെ വൈവിധ്യത്തിലും മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ മണ്ണിൻ്റെ സവിശേഷത, കറുത്ത മനുഷ്യരുണ്ട്, വെളുത്ത മനുഷ്യരുണ്ട്, ചുവന്ന മനുഷ്യരുണ്ട്, ഇരുനിറമുള്ളവരുണ്ട്, അവരിൽ തന്നെ സോഫ്റ്റായ ആളുകളുണ്ട്, വളരെ പരുക്കനായ ആളുകളുണ്ട്, ജനങ്ങൾക്ക് കണ്ണീരായി ഉപദ്രവകാരികളായി ഒരു ഗുണമില്ലാത്തവരുണ്ട്, വളരെ ഗുണമുള്ള ഒരു ആയുസ് മുഴുവൻ ജനസേവനത്തിന് വേണ്ടി ഒഴിഞ്ഞ് ഈ മണ്ണിൻ്റെ സവിശേഷത മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലുണ്ടെന്നാണ്. അപ്പോൾ അത് അത്ര ശാസ്ത്രീയമായി ചിന്തിപ്പിക്കുന്നൊരവസ്ഥയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കി തന്നാണ് മനുഷ്യൻ എന്തിൽ നിന്നാണ്. അപ്പോൾ മലക്കുകളെക്കുറിച്ച് പറഞ്ഞിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യാണ്, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ. പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മലക്കുകളാണ്, അത് അവരുടെ സവിശേഷതയാണ്. അതേപോലെ തന്നെ വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ. അഗ്നി കൊണ്ടാണ്, തീ കൊണ്ടാണ് ഭൂതവർഗം, ജിന്നുവർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വഖുലിഖ ആദമു മിമ്മാ ഉസിഫ ലക്കും. ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ആദം സന്തതിയിൽ നിന്നാണ് മനുഷ്യകുലം. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. അപ്പം മനുഷ്യനാണ് പ്രവാചകൻ. ആ പ്രവാചകൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ മണ്ണിൽ നിന്നാണ്. അപ്പോൾ തുറാബ്, തുയീന്, സ്വൽസ്വാലിൻ കൽഫഖാർ, ഹമ ഇം മസ്നു എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ, അത് ഈ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെയാണ് അറിയിക്കുന്നത്. അപ്പോൾ അത്ര വ്യക്തമാണെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മണ്ണിൽ നിന്നാണ് എന്നുള്ളത്. എന്നിട്ട് ആ സന്താന പരമ്പരയിൽ, ഇപ്പോൾ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ് അഷ്റഫുൽ ഖൽഖ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനെ പറഞ്ഞ് പൊലിപ്പിച്ച് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അവിടുത്തെ നൂറാണ്, ഇങ്ങനെ വ്യക്തികൾക്ക് ഭയങ്കര അപ്രമാദിത്യം കൽപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച് ഈ വ്യക്തികളിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്വഭാവമാണ്. അള്ളാഹുവിനെ വിട്ടിട്ട് വ്യക്തികൾക്ക് ഭയങ്കര താരപരിവേഷം നൽകിയിട്ട് അതിലേക്ക് ആളുകളെ മനസ്സ് ആകർഷിപ്പിക്കുക എന്നുള്ളൊരു സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രമാണവിരുദ്ധമാണ്. ഇപ്പോൾ വരെ സുബ്ഹാന മൗലൂദിൽ ഇത് പറയുന്നുണ്ട്, സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയ്യിൽ ഹുദാ വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വ സമ്മാഹു മുഹമ്മദ. ഇതാണ് ഇപ്പോൾ എന്ത് ചെയ്യണത്, പല ചടങ്ങിലും ഇരുന്നുകൊണ്ട് മൗലൂദ് ചൊല്ലുക എന്നും പറഞ്ഞ് ഖുത്ബിയത്താവട്ടെ റാത്തീബാവട്ടെ മറ്റേതെങ്കിലും ഇതുപോലെയുള്ള ഈ അവസ്ഥകൾ ഈ ശിർക്കിനങ്ങനെ കൊണ്ടുവരാനുള്ള എല്ലാ സദസ്സുകളിലും പലപ്പോഴും ഇത് ഭയങ്കര ആരാധനാഭാവത്തോടു കൂടിയാണ് ചൊല്ലുന്നത്. ഇത് പ്രമാണവിരുദ്ധവുമാണ്. അപ്പോൾ സത്യത്തിൽ പ്രമാണം സ്വീകരിക്കേണ്ടത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ്. എന്നിട്ട് അത് മനസ്സിലാക്കാതെ പലപ്പോഴും ഇതുപോലെയുള്ള ആളുകളുടെ ജൽപ്പനങ്ങളെയാണ് പലരും ആശ്രയിക്കുന്നത്.